ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് വാട്ടർ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് വാട്ടർ മെട്രോ സർവീസാണ് കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നത്. 2023 ഏപ്രിൽ 26 ഇത് സ്റ്റാർട്ട് ചെയ്തത്. വെറും 30 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. 50 മുതൽ 100 പേർക്ക് വരെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും ഈ ബോട്ടിലുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് സർവീസ് ടൈം. കൂടാതെ ഓരോ യാത്രക്കാരുടെയും സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് എല്ലാ ബോട്ടുകളും സർവീസ് ചെയ്യുന്നത്. ഓരോ സീറ്റിന് താഴെയും നമുക്ക് ആവശ്യമുള്ള ലൈഫ് ജാക്കറ്റുകളുണ്ട്. ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള ബോട്ടുകളാണ് എല്ലാം. പിന്നെ കൊച്ചി നഗരത്തിൻ്റെ ഈ തിരക്കിനിടയിലും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ വാട്ടർ മെട്രോ. പിന്നെ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കുന്നത് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കായിരിക്കും. ബസ്സിൽ നിന്ന് പോകുന്ന പോലെ തിരക്കണ്ട. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും യാത്രക്കാർക്ക് വേണ്ടി ഈ വാട്ടർ മെട്രോ ഒരുക്കിയിട്ടുണ്ട്. ഈ കൊച്ചിക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ട്രാഫിക് ഇല്ലാതെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കൊച്ചി ട്രാഫിക്കിൽ നിന്നും 1 മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് വെറും 20 മിനിറ്റ് കൊണ്ട് തന്നെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്ത് നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. ഈ വാട്ടർ മെട്രോയിൽ യാത്ര വേറൊരു ഗുണമുണ്ട്. അതിൽ കയറിയാൽ തന്നെ നമ്മളെല്ലാ സങ്കടങ്ങളും സ്ട്രെസ്സൊക്കെ മറന്ന് നമുക്ക് റിലീഫായിട്ട് സമാധാനത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടല്ലേ പോകുന്നത്. അവർക്ക് നല്ല റിലീഫായിരിക്കും ഇതിൽ യാത്ര ചെയ്യുമ്പോൾ. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് കൊച്ചിക്കായലിൻ്റെ നല്ല മനോഹരമായ ഭംഗിയാണ്. ഞങ്ങളിപ്പോൾ പോയത് ഏലൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് സൗത്ത് ചിറ്റൂരിലേക്കാണ് പോയത്. വെറും 30 മിനിറ്റ് കൊണ്ടാണ് അവിടെ എത്തിയത്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ പോയത്. ഞങ്ങളിപ്പോൾ കയറിയ ബോട്ട് സൗത്ത് ചിറ്റൂരിൽ നിന്ന് ഏലൂർ വഴി ചേരാനല്ലൂരിലേക്കും പിന്നെ ചേരാനല്ലൂരിൽ നിന്ന് ഏലൂർ വഴി സൗത്ത് ചിറ്റൂരിലേക്കും പോകുന്ന സർവീസ് ബോട്ടാണ്. ഏലൂരിലുള്ള സർവീസിൻ്റെ ടൈമിംഗ് ഒക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ. വെക്കേഷൻ ടൈമിലും വീക്കെൻഡിലൊക്കെ വന്ന് കുട്ടികളെയും കൊണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ് ഈ വാട്ടർ മെട്രോ. നമുക്കിതിൽ കയറുമ്പോൾ തന്നെ യാതൊരു വിധ ടെൻഷനും വേണ്ട. ഫുള്ളി സേഫായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു കുലക്കോ അനക്കോ ഒന്നുമില്ല. നല്ല സുഖമായി നമുക്ക് യാത്ര ചെയ്തിട്ട് വരാം. എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോഴൊരു പേടി ഉണ്ടായിരുന്നു. വെള്ളത്തിലെങ്ങാനും വീഴോ ചീറ്റിന് പോവാന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് നല്ല സുഖമായിട്ട് ഇരുന്ന് ഒരു ടെൻഷനും വേണ്ട, ഫ്രീ ആയി ഇരുന്ന് നമ്മൾ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യും. മലകളുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും ചീനമല എന്താന്ന്. അപ്പോൾ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏലൂരിൽ നിന്ന് സൗത്ത് ചിറ്റൂർ എത്താൻ പോവുകയാണ്. എന്താ സൗത്ത് ചിറ്റൂർ സ്റ്റേഷനെത്തി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച്, പിന്നെ ഈ ബോട്ടിന് ചാർജ് ചെയ്യാൻ വേണ്ടി 20 മിനിറ്റ് ഗ്യാപ്പ് വേണം പറഞ്ഞു. ആ 20 മിനിറ്റിൽ പോയി ഞങ്ങൾ ചായ കുടിച്ചിട്ട് വന്നത്. പിന്നെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്തു ഏലൂരിലേക്ക് തന്നെ. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു അരമണിക്കൂറാവും. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ പോവുക. തിരിച്ച് ഞങ്ങൾ ആ ബോട്ടിൽ തന്നെ കയറാൻ പോവുക, നേരെ ഏലൂർ സ്റ്റേഷനിലേക്ക്. പിന്നെ ഞങ്ങളുടെ മോൾക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ വന്നൊരു ഫ്രണ്ടിനെ കിട്ടി. രണ്ടാളും ഭയങ്കര കമ്പനിയാണ്. കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെ ആയിരുന്നു കുറേ നേരം. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ അവൾ ആ കുട്ടീനെ കണ്ടപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനവും എന്തോ ഭയങ്കര പരിചയമുള്ള ആൾക്കാരെ പോലെയായിരുന്നു അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ബോട്ട് സർവീസിൻ്റെ ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക.